മോളെ വേദനിച്ചോ? കരയണ്ട കേട്ടോ പ്ലീസ്. സിഹിക്കുട്ട, നല്ല വേദനയുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല. വീണപ്പോ പേടിച്ച് കരയുന്നതാണ്. ഒരു 5 മിനിറ്റ് അവൾ ഓക്കെ ആയിക്കോളും. ഈ വീട്ടിൽ നിൽക്കുന്നോണ്ട് എന്റെ മകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സിഹി ഇനി ഇവിടെ നിൽക്കണ്ട. അപ്പോ നീ എന്തീ പറയുന്നേ? സിഹിക്ക് എവിടെയാണോ സന്തോഷവും സമാധാനവും കിട്ടുന്നത് അവിടെ നിന്നാ മതി. ഇവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് ഏത് വീടാണോ നല്ലത് അങ്ങോട്ട് മാറാം നമുക്ക്. റാം, അവള് കാല് തന്നെ വീഴാൻ പോയതാ. അത് ഇത്രയൊക്കെ വലിയ ഡിസിഷൻ എടുക്കണോ? ജോത്സ്യം പറഞ്ഞ നീ കേട്ടില്ലേ സീത? സിഹി വീട്ടിൽ നിൽക്കുന്നത് അവൾക്ക് പ്രശ്നമാണെന്ന്. ആൻഡ് ഐ കാൻ ഇഗ്നോർ ദാറ്റ്. ഇനി മുതൽ സിഹി ഇവിടെ നിൽക്കണ്ട. അമ്മ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. ചേട്ടനും ചേച്ചിക്കും എന്നെ നോക്കുന്നതിനിടയിൽ അവരുടെ പേഴ്സണൽ ലൈഫ് നഷ്ടപ്പെടാൻ പാടില്ല. എനിക്കെന്താ ഇതൊന്നും നേരത്തെ തോന്നാത്തെ? അവരുടെ കല്യാണം കഴിഞ്ഞാൽ ഞാനൊന്ന് മനസ്സിലാക്കി അവരുടെ അടുത്തൊന്ന് മാറി നിൽക്കണമായിരുന്നു. എങ്കിൽ അവര് സന്തോഷമായിട്ടിരുന്നേന്. പക്ഷെ ഇപ്പൊ ഞാൻ കാരണം അവർക്ക് ഒരു സന്തോഷം കിട്ടുന്നില്ല. സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് എനിക്കുണ്ടായിട്ടും ഞാനിവിടെ നിന്ന് ശരിയാവില്ല. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിതമുണ്ട്. അവരുടെ ലൈഫിനിടയിൽ എൻ്റെ ലൈഫ് ഒരു ഭാരം ആവരുത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ അത് ഞാൻ ആരോടാ പറയേണ്ടത്? ചേട്ടനോടോ ചേച്ചിയോടോ ആരോടും തന്നെ ഇതൊന്നും പറയാനും കഴിയില്ല. എൻ്റെ വിഷമങ്ങൾ ഞാൻ ആരോടായി പറയേണ്ടത്? ഡോക്ടർ, ദിസ് ഇസ് റാം. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഒന്ന് വീട് വരെ വരാൻ പറ്റുമോ? മോളെ നിനക്ക് നല്ല വേദന ഉണ്ടോ? ചെറുതായിട്ട് സീതമ്മ. റാം, യാ ഡോക്ടർ, ഐ വിൽ ബി വെയിറ്റിംഗ്. ഷോ സിമോളെ, നിനക്ക് ഐസ് പാക്ക് എന്തെങ്കിലും വെക്കണോ? ഐസ് പാക്കോ? നീ ഇതിപ്പോ ഇത്ര ടെൻഷൻ ആവേണ്ട കാര്യം എന്താ? അവള് വീണപ്പോ ഒന്ന് കാലം മടത്തിയിട്ടുണ്ടാവും. അതിന് ഡോക്ടറെ വിളിക്കുന്ന എന്തിനാ? ഹീസ് ആൻ ഓർത്തോപീഡിക് ഡോക്ടർ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയാൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല സീത. വീണ് കഴിഞ്ഞ വേദന ഉണ്ടാവും റാം. ചൂട് പിടിച്ച് 15 മിനിറ്റ് കഴിഞ്ഞാൽ ഭേദമായിക്കോളും. സീത, ആയോ ഡോക്ടർ? നോ, ഐ എം എ മദർ. നിന്റെ കൺസേൺ എനിക്ക് മനസ്സിലാവും റാം. പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. സീമോളെ നീ പറ, ഡോക്ടറെ പോയി കാണണോ നിനക്ക്? അത്രയ്ക്ക് വേദന ഉണ്ടോ നിനക്ക്? ചെറിയൊരു വേദനയുണ്ട്. സീത പ്ലീസ് ഡോണ്ട് ബി സില്ലി. അവളുടെ കാലിൽ എന്തെങ്കിലും പരിക്കുണ്ടോന്ന് എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക? അത് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. സിക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷേ എനിക്ക് മനസ്സിലാവും റാം. ഏതാ സീരിയസ് ഇഞ്ചുറി, ഏതാ സീരിയസ് അല്ലാത്ത ഇഞ്ചുറി എന്നൊക്കെ അമ്മമാർക്കെല്ലാം സെൻസ് ചെയ്യാൻ പറ്റും. സെൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോ എന്താ പ്രശ്നം? ജസ്റ്റ് ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തതിന് ഒരു പ്രശ്നമില്ലാന്നും കൂടെ പറ സീത. റാം, സീത പ്ലീസ്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് വഴക്കുണ്ടാക്കാതിരിക്കോ? എനിക്കിപ്പോ വേദന എടുക്കുന്നില്ല. സിഹിമോളെ, മോൾ എന്തിനാ കരയുന്നേ? കരയില്ലേ മോളെ പ്ലീസ്. സീക്കുട്ട, വഴക്കുണ്ടാക്കിയതല്ല മോളെ. നിന്റെ അമ്മ അച്ഛൻ പറയുന്ന കേൾക്കുന്നേ ഇല്ല. ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിരിക്കുക. ഈ കുഞ്ഞിക്കാലിന് എന്ത് വേദന ഉണ്ടാവും അല്ലേ? നീ വീണത് കണ്ടപ്പോൾ ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയോ? വി ജസ്റ്റ് ഹാവിങ് എ സ്മോൾ ഡിസ്കഷൻ. അച്ഛനും അമ്മയും ഒരിക്കലും വഴക്കാവില്ല. മോള് വിഷമിക്കണ്ട കേട്ടോ. വേദന ഉണ്ടോ പൊന്നെ? വേദനയൊന്നുമില്ല അച്ഛാ.
രാമേട്ട, എനിക്ക് ഇത്രയും കാലം നിങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ രുദ്രപ്രതാപാണെന്ന് എന്റെ ചേട്ടന്മാരും നിങ്ങൾ ചതിയനോ ദുഷ്ടനോ എന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് നിങ്ങൾ ഇതുവരെയും ദുഷ്ടനായിട്ട് തോന്നിയിട്ടില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന അത്രയും ദിവസം എനിക്ക് എന്റെ മനസ്സിന് അത്രയും അടുപ്പുള്ള ഒരാളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ വിഷമങ്ങൾ പറയാൻ ആരും ഇല്ലാണ്ടായി. ഇത്രയും ദിവസം കണക്ട് ആയിരുന്നത് പോലും അല്ല, ഇപ്പൊ ഇത് റിങ് ചെയ്യുന്നുണ്ടല്ലോ. അഞ്ജു, ക്ലിനിക്കിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിൽക്കുമായിരുന്നോ? ഓ, നിന്റെ ചേട്ടനെ ഫോൺ ചെയ്ത് എന്നെ പറ്റി കംപ്ലൈന്റ് ചെയ്യുവാണോ? ഞാൻ വന്നത് കണ്ടപ്പോ കോള് കട്ട് ചെയ്യുവാണല്ലേ? അയ്യോ അല്ലമ്മേ. നോക്കഞ്ചു, നിന്നോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. നീയും എന്റെ മോളെ പോലെയാ. പക്ഷേ നിന്നെ നോക്കുന്ന തിരക്കില് എന്റെ മോളും മരുമോനും അവരുടെ ജീവിതം ശ്രദ്ധിക്കുന്നില്ലെന്ന വിഷമത്തില് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അത് തെറ്റായി പോയെങ്കിൽ നീ ചേട്ടനെ വിളിച്ച് എന്നെ പറ്റി കംപ്ലൈന്റ് ചെയ്തു. എനിക്കതിലൊരു വിഷമവുമില്ല. ഇവിടെ വേദനിക്കുന്നുണ്ടോ? ഇവിടെ കുറച്ച്. സിമോളെ, ഒരു കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, ഡോണ്ട് വറി. എനിക്ക് ഒരു പേടിയില്ല അച്ഛാ. എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചാലും ഒരു പേടിയില്ല. വെരി ഗുഡ്. പക്ഷേ നിനക്കൊരു കുഴപ്പവുമില്ല. റാം, ഷീസ് അബ്സല്യൂട്ട്ലി ഫൈൻ. ഫൈൻ ടു വാക്ക്. അതെ അല്ലേ? ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത്. അല്ല, എന്തായാലും ഒരു എക്സ്റേ എടുക്കുന്നത് നല്ലതല്ലേ ഡോക്ടർ? അല്ല, ഇത് പിന്നീട് ഒരു പ്രശ്നമാകാൻ പാടില്ലല്ലോ. മിസ്റ്റർ റാം, എക്സ്റേ ഒന്നും വേണ്ട. നോക്ക്, അവള് തന്നെ ഒരു കുഴപ്പമില്ലാതിരിക്കുന്നേ. ഡോണ്ട് പാനിക്. സ്പ്രെയിൻ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഷീ ഈസ് അബ്സല്യൂട്ട്ലി ഓൾ റൈറ്റ്. ഓക്കെ. എനിക്ക് ഒരു കുഴപ്പവുമില്ല. എനിക്ക് ഇരുന്നിരുന്ന് ബോറടിക്കുന്നുണ്ട്. ഞാനൊന്ന് കളിക്കാൻ പൊക്കോട്ടെ? ഓക്കെ, ശ്രദ്ധിക്കണേ. റാം, ഞാൻ ഇറങ്ങട്ടെ? ഷുവർ ഡോക്ടർ. താങ്ക് യു. ശരിയെന്നാ. എന്തിനായി നോട്ടം? ഞാനിതുവരെ കൺവിൻസ് ആയിട്ടില്ല. ലെറ്റ്സ് ടേക്ക് എ സെക്കൻഡ് ഒപ്പീനിയൻ. അതിന്റെ ഒന്നും ആവശ്യമില്ല റാം. സിഹി നല്ലതുപോലെ തന്നെയല്ലേ ഇരിക്കുന്നേ. നിനക്ക് എന്താ പ്രശ്നം? ഇപ്പൊ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കുന്നത് എന്താ ഇപ്പൊ തെറ്റ്? അയ്യോ ഡോക്ടർ, സിഹിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഞാൻ മാത്രമല്ല ഡോക്ടർ ഇപ്പൊ പറഞ്ഞിട്ട് പോയില്ലേ. പാവം, പക്ഷെ അവക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ. നടക്കാൻ നീ വിട്ടാലല്ലേ. അന്നേരം തൊട്ട് പിടിച്ചിരുത്തിയതാ. സിഹിമോളെ, നീ ഒന്ന് അച്ഛനെ നടന്നു കാണിച്ചു കൊടുത്തേ, എന്നാലേ അവന് വിശ്വാസം വരൂ. സീതമ്മ, നടക്കുന്നത് എന്തിനാ? ഞാൻ വേണമെങ്കിൽ ജമ്പ് ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിച്ച്. ഇത് മതിയോ? അമ്മയും മകളും കൂടെ ഇപ്പൊ ഒരു ടീമിലായല്ലേ? ഭാഗ്യം, നിനക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ? താങ്ക് ഗോഡ്. ബ്രോ, ഇവൾക്ക് ശരിക്കും ഒരു കുഴപ്പമില്ലേ? സിഹിയെ ഫ്രണ്ട് ആക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അവള് വീണപ്പോ നിനക്ക് വിഷമായോ? അതുകൊണ്ടാണോ വന്ന് ചോദിക്കുന്നേ? താങ്ക് യു മോനെ. നൈസ്. അറ്റ്ലീസ്റ്റ് അവൻ ഇവളെ കുറിച്ച് ചോദിച്ചല്ലോ. ഐ ആം സോ ഇംപ്രസ്ഡ്. അനിയെ കണ്ടിട്ട് എനിക്ക് പാവം തോന്നുന്നുണ്ട്. അതെന്താ? എനിക്കൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ട്. എന്താ മോളെ മനസ്സിലായില്ല? ഒന്നുമില്ല. ഓക്കേ. ദൈവമേ, ഞാൻ നിന്നോട് ചോദിച്ചതല്ലേ, എന്നിട്ട് എന്താ അവക്കൊന്നും പറ്റാഞ്ഞേ? അവൾ ഈ വീട്ടിലെ അല്ല, വേറെ എവിടെ നിന്നോ വന്നതാ. പ്ലീസ് ദൈവമേ, അവളെ എവിടെ നിന്ന് പറഞ്ഞയക്ക്. മേഡം, ഇവിടെ ഒരു ഗോലിയുണ്ട്. മേഡം, ഇവിടെ നിന്നൊരു ഗോലി കിട്ടി. അതെ, എല്ലായിടത്തും നന്നായിട്ട് നോക്ക്. ആരെങ്കിലും അറിയാതെ ചവിട്ടിയാ വീണു പോവും. എല്ലാം പുറത്തു കൊണ്ടുപോയി കളഞ്ഞേക്ക്. അനി, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ. നീ അവളെ ഗോലി വെച്ച് വീഴ്ത്തിയത് വലിയ തെറ്റല്ലേ മോനെ? മേമേ, എനിക്ക് ദേഷ്യം വന്നിട്ടാ. എന്തിനാ ദേഷ്യം?
നിനക്ക് സിഹിയെ ഇഷ്ടമാവുന്നില്ലെങ്കിൽ നീ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിരുന്ന് കളിച്ചോ. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവില്ലേ അനി? ഇപ്പൊ മോം മിണ്ടാത്ത റൂമിലേക്ക് പോയിക്കോ. അവൾ ഇനി എത്ര ദിവസം ഉണ്ടാവും ഈ വീട്ടില്? ഇത് എന്റെ വീടാ, അവളെ ഇവിടെ നിർത്തണ്ട. അനി നിന്നോട് എത്ര വെട്ടുവാ പറയേണ്ടത്? സിഹി ഇനി ഇവിടെ ഉണ്ടാവും. ഇത് സിഹിയുടെയും കൂടെ വീടാ. നീയും ഇതൊക്കെ മനസ്സിലാക്കിയേ പറ്റൂ. അനി ഇങ്ങനെ അലറണ്ട. എനിക്ക് അവളെ ഇഷ്ടമല്ല. അനി ദയവ് ഇത് മിണ്ടാതിരിക്കാനീ. ഇല്ല, അവൾ ഇവിടെ നിക്കണ്ട. അനി നിക്ക്. നീ ഇങ്ങനെ ബഹളം വെച്ചാ നീയാണ് ഗോലി വെച്ച് അവളെ തള്ളിയിട്ടതെന്ന് ഇവിടെ എല്ലാവരും അറിയും. പിന്നെ വലിയ പ്രശ്നമാവും. അതൊക്കെ വേണോ? ഇപ്പൊ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നീ ഇപ്പൊ നല്ല കുട്ടിയായിട്ട് റൂമിലേക്ക് പൊക്കോ. ഞാൻ നിനക്ക് പാസ്ത ഉണ്ടാക്കി തരാം കേട്ടോ. ചെല്ല നീ പോ പോ ചെല്ല. ചേട്ടന്റെയും ചേച്ചിയുടെയും ജീവിതത്തിൽ ഒരു ഭാരമാകാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആശ്രമത്തിലേക്ക് തിരിച്ചു പോവാ. പക്ഷെ ചേട്ടനും ചേച്ചിയും ഞാൻ ആശ്രമത്തിലേക്ക് പോവാന്നറിഞ്ഞ എന്നെ പറഞ്ഞു വിടില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ സമ്മതിപ്പിച്ച് എനിക്ക് ആശ്രമത്തിലേക്ക് പോയേ പറ്റൂ. അമ്മേ. അഞ്ജു, ഇന്ന് ക്ലിനിക്കിൽ നിന്ന് നീ നേരത്തെ എത്തി. ഇപ്പൊ ബാഗും തൂക്കി വരുന്നു. എങ്ങോട്ടാ പോകുന്നേ? ആശ്രമത്തിലെ ഗുരുവിന് വയ്യാന്ന് പറഞ്ഞു. എമർജൻസി ആണെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. ഞാൻ പോയിട്ട് വരാമേ. അയ്യോ അതെയോ? ഗുരുവിനെയും പരിചരിച്ച് ഒരു 4-5 ദിവസം ഞാനും ആശ്രമത്തിൽ നിന്നിട്ടേ വരൂ. ശരി, എന്നാലും പ്രിയ വന്നിട്ട് പോകായിരുന്നല്ലോ. ചേച്ചിയെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞോളാം. അതുകൊണ്ടല്ല മോളെ, അവള് വന്നു കഴിഞ്ഞാൽ വെറുതെ എന്നെ ക്ലാസ് എടുക്കും. ഒറ്റയ്ക്ക് എന്തിനാ പറഞ്ഞു വിട്ടെ? എന്നെ വിളിച്ചുവിടായിരുന്നോ എന്നൊക്കെ ചോദിച്ച്. അവള് വന്നിട്ടൊന്ന് പറഞ്ഞിട്ട് പോയിക്കോ. കുഴപ്പമില്ലമ്മേ. എമർജൻസി ആയതുകൊണ്ട് ഞാനല്ലേ പോകുന്നത്, നിങ്ങൾ പറഞ്ഞയക്കുന്നതല്ലല്ലോ. ഞാൻ ചേച്ചിയോട് സംസാരിച്ചോളാം. ശരി. അല്ല, ഒറ്റയ്ക്കാണോ പോകുന്നത്? കൂടെ വരാം. വേണ്ടമ്മേ, ഓട്ടോ പിടിച്ച് പോയിക്കോളാം. ബുക്ക് ചെയ്തിട്ടുണ്ടോ മോളെ? ഞാൻ പോയി വരാമേ. പോയിട്ട് വാ. അഞ്ജു ഒന്ന് നിന്നേ. 4 ദിവസം നിക്കാനല്ലേ പോകുന്നേ? പിന്നെ ഇത്രയ്ക്ക് വലിയ ലഗേജ് എന്തിനാ? മഴക്കാലല്ലേ അമ്മേ, ചിലപ്പോ ഒരുപാട് വസ്ത്രങ്ങൾ വേണ്ടി വരും. ഓ അത് ശരിയാ. പോയിട്ട് വാ മോളെ. പോയി വരാം. ശ്രദ്ധിച്ചു പോ. അമ്മേ, നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും പായസവും ഒക്കെ ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യൂട്ടോ. അതിനിപ്പോ എന്താ, നീ തിരിച്ചു വരുമല്ലോ. അന്ന് എല്ലാം ഉണ്ടാക്കി തരാം. ഇരുന്ന് കഴിച്ചോ. നീ പോകുന്ന കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചേനെ. ആ നിക്ക്, മഞ്ഞച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, പാത്രത്തിലാക്കി തരാം. അഞ്ജു എന്തോ ഭയങ്കര ഡള്ളാണല്ലോ. അല്ല, അവളെ എമർജൻസി ആയിട്ട് തന്നെ പോകുന്നതാണോ അതോ എന്നോടുള്ള ദേഷ്യം കൊണ്ട് പോകുന്നതാവോ? അല്ലല്ല, എമർജൻസി ആയിരിക്കും. ദാ മോളെ, എത്തിയാൽ ഉടനെ വിളിക്കണം. താങ്ക്സ് അമ്മേ. നന്നായിട്ട് വാ മോളെ. പോയി വരാമേ. ശ്രദ്ധിച്ചു പോ മോളെ. ഈ കൊച്ചിന്റെ മനസ്സിൽ എന്താ ഉള്ളേന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് നിന്റെ അല്ലേ? എനിക്കറിയാം, ഇത് വെച്ച് നീയാ എന്നെ വീഴ്ത്താൻ നോക്കിയെന്ന്. എനിക്ക് എന്തെങ്കിലും വലിയ പ്രശ്നം പറ്റിയിരുന്നെങ്കിലോ? അങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ? ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഇന്നാ ഞാൻ ആരോടും പറയില്ല. ശരിക്കും നീ പറയില്ലേ? പിങ്കി, പ്രോമിസ്. പറഞ്ഞ എല്ലാരും നിന്നെ വഴക്കു പറയും. നോക്ക്, ഞാൻ നിന്നെ എത്ര ഹെൽപ്പ് ചെയ്തെന്ന്. ഇനി നമുക്ക് ഫ്രണ്ട്സ് ആയാലോ?
അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയോ? നമുക്ക് ഒരുമിച്ച് കളിക്കാലോ. എനിക്ക് ഒരുപാട് ഗെയിംസ് അറിയാം. എന്റെ വീടിന്റെ അടുത്ത് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാൻ നിനക്ക് പുതിയ ഗെയിംസ് പഠിപ്പിച്ചു തരട്ടെ? ശരി. അനി എന്റെ ഫ്രണ്ട് ആയേ. പക്ഷെ ഞാൻ പറയുന്ന കളിക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആവും. ഓക്കെ. നീ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. അനി, ഇങ്ങോട്ട് എന്തിനാ എന്നെ കൊണ്ടുവന്നേ? ഇവിടുന്നാ കളിക്കുന്നേ. ഇവിടെയോ? എന്ത് കളിയാ? മുകളിൽ കയറിയിട്ട് ആരാണോ പേടിക്കാതെ താഴെ ഇറങ്ങുന്നേ ആളാ വിന്നർ. ഓക്കെ, എന്റെ അടുത്താണോ ചാലഞ്ച്? ബാക്കിയറാ. ഇനി ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ഫസ്റ്റ് നീ ഇറങ്ങിക്കോ. നീ എന്താ ചെയ്യുന്നേ? നീ ഭയങ്കര സ്ട്രോങ്ങും ബുദ്ധിയുള്ള കുട്ടിയല്ലേ. നീ എങ്ങനെ വേണേലും ഇറങ്ങില്ലേ? ഇറങ്ങ്. എടാ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം, അപ്പോഴേക്ക് ഇറങ്ങ് കേട്ടോ. പ്ലീസ് അനി, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. നീ എങ്ങോട്ടും പോവല്ലേ. അനികേത്, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ. അനികേത്, എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവല്ലേ. റാം, ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? പിന്നെ എന്താ ചിന്തിക്കുന്നേ? ഇത്ര ചെറിയ കാര്യത്തിന് ഇനി ഇവിടെ നിൽക്കണ്ട, വീട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നു. നീ വെറുതെ പറഞ്ഞല്ലേ? മുത്തശ്ശനും ജോൾസിനും എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭയങ്കര വിശ്വാസമാണ്. നീയും അതുപോലൊക്കെ ആവണം. ഞാൻ ഒരിക്കലും നിന്നെ ഫോഴ്സ് ചെയ്യയില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞോലൊക്കെ സംഭവിച്ചില്ലേ? ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒട്ടും സമാധാനമില്ല സീത. ഐ ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ്. റാം, ഇത് സിഹിക്ക് ഒരു പുതിയ സ്ഥലവാ. പരിചയപ്പെട്ടു വരാൻ കുറച്ച് സമയം വേണം. അപ്പൊ ആ സമയം നമ്മൾ അവർക്ക് കൊടുക്കണം. അതിന്റെ പേരില് വീട് ഷിഫ്റ്റ് ചെയ്യുന്നത് അതൊക്കെ വേണോ റാം? അതായത് സിഹി ഇവിടെ സേഫ് ആയിരിക്കും എന്നാണോ നീ പറയുന്നേ? ശിതമ്മ, ശിതമ്മ, അച്ഛാ, സിഹി, അച്ഛാ, ശിതമ്മ, അച്ഛാ, 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 വേഗം വാ. അച്ഛാ, ഇവിടെ വാ. പതുക്കെ. എന്തു നീ എന്തിനാ അതിന് മുകളിൽ കയറാൻ പോയെ? അത് അച്ഛാ, ഞാൻ അതിന്റെ മേലെ ടാങ്കിന്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് കാണാൻ വേണ്ടി കയറിയതാ. വ്യൂ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണാൻ വേണ്ടി കയറിയപ്പോ ഇറങ്ങാൻ നേരത്തെ ഏണി വീഴാൻ പോയി. അങ്ങനെ ഞാൻ അവിടെ കുടുങ്ങിയ. ഞാൻ വല്ലാതെ പേടിച്ചു പോയി അച്ഛാ. ഇത് കണ്ടോ സീത? ജോത്സ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര കൃത്യമാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ സീത? രാവിലെ അവളെ വീണു, ഇപ്പൊ അത് എങ്ങനെയായി? സിഹിക്ക് ഒരിക്കലും ഇവിടെ സമാധാനമായിട്ട് നിൽക്കാൻ കഴിയില്ല സീത. ഇതൊക്കെ അവളുടെ തെറ്റാ. അവള് പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പക്ഷെ നിന്നെ പോലെ ഈ കാര്യങ്ങളൊക്കെ അത്ര ലൈറ്റാക്കി എടുക്കാൻ എനിക്ക് പറ്റില്ല സീത. ജോത്സ്യനാണ് ഇതിന് കറക്റ്റ് പരിഹാരം പോലും പറഞ്ഞിട്ടില്ല സീത. ഇതിനിപ്പോ ഞാൻ എടുത്ത തീരുമാനമാണ് കറക്റ്റ് പരിഹാരം. നീ വാ, മുത്തശ്ശനോട് സംസാരിക്കാം. അല്ല റാം, സീത, എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ താല്പര്യമേ ഇല്ല. സിഹിയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പ്ലീസ് നീ വന്നേ. വാ മോളെ. ഇത് എന്റെ വീടാ, അവളിവിടെ നിക്കണ്ട. ഇതെല്ലാം അനിയുടെ പണിയാണെന്നാ തോന്നുന്നേ. എന്നിട്ട് സിഹി എന്താ ഒന്നും പറയാത്തെ? എന്താ അപ്പു, എന്താ കാര്യം?
നീ എന്തിനാ എല്ലാരും വിളിപ്പിച്ചേ? ജോത്സ്യര് സിഹിയുടെ ജാതകം നോക്കിയിട്ട് അവളും ഈ വീടും തമ്മിൽ അഡ്ജസ്റ്റ് ആവില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിന് എന്തോ ഒരു സമാധാനമില്ല മേമ. ഇവള് വീണതും ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അദ്ദേഹം പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സിഹിക്കെന്തോ ഈ വീട്ടില് സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മുത്തശ്ശനോട് ഞങ്ങൾ ഇതേപ്പറ്റി സംസാരിച്ചപ്പോ അദ്ദേഹവും ഇങ്ങനെ തന്നെ പറഞ്ഞത്. സോ അപ്പോ എത്രയും പെട്ടെന്ന് ഓഫീസിന്റെ അടുത്തൊരു താമസ സൗകര്യം നോക്കുന്ന ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അല്ല രാമ, ഇത്രയും ചെറിയ പ്രശ്നത്തിന് സ്റ്റേഡിയം തന്നെ മാറ്റുകയാണോ? എനിക്കിതൊക്കെ ഭയങ്കര ഓവറായിട്ടാ തോന്നുന്നത്. ഞാനും ഇത് തന്നെയാ പറയുന്നത്. പക്ഷെ ഇവര് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണ്ടേ? അതിനെന്തിനാ എത്ര ഓവർ എന്ന് പറയുന്നത്? എന്റെ മകൾ ഇവിടെ കഷ്ടപ്പെടുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. മുത്തശ്ശനും ഇത് തന്നെയല്ലേ പറഞ്ഞത് എന്നോട്? അപ്പോ നീ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് സ്ട്രോങ് ആയിട്ടൊരു കാരണം ഉണ്ടായിരിക്കും. അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ചെറിയ സജഷൻ, നമ്മളെല്ലാവരും കൂടി എന്തിനാ വേറെ വീട്ടിൽ പോകുന്നത്? നീയും സിഹിയും സീതയും പുതിയ വീട്ടിലേക്ക് പൊക്കോളൂ. നിങ്ങളുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞതല്ലേ ഉള്ളൂ. നിങ്ങൾക്കൊരു പുതിയ ജീവിതം ലഭിക്കുന്ന പോലെയാവും. ഒരു പ്രൈവസിയൊക്കെ കിട്ടും. ഞങ്ങളൊക്കെ അവിടേക്ക് ഇടയ്ക്ക് വന്ന് കണ്ടാ പോരെ? നിങ്ങൾക്കും ഇടയ്ക്ക് വരാമല്ലോ. ഓഫ് കോഴ്സ് ഞങ്ങൾക്കും വിഷമമുള്ള കാര്യമാണിത്. ബട്ട് ഗിവ് ഇറ്റ് എ തോട്ട്. അതെ രാമ, ചേച്ചി പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചൂടെ?